കോൺഗ്രസ് അൻവറിനെ പേടിക്കുന്നു തോന്നുന്നു. എനിക്ക് അൻവറിനെ പേടിക്കുന്നല്ല. അത് ഒരു കാരണവശാലും അവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ല ഷൗക്കത്ത്. ഷൗക്കത്തിൻ്റെ അപ്പൻ വാപ്പ എൻ്റെ സുഹൃത്താണ്. എനിക്ക് സന്തോഷമുണ്ട് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായത് സന്തോഷം. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഷൗക്കത്തിനൊരു വിജയപ്രതീക്ഷയില്ല അവിടെ. അതതിൻ്റെ പ്രശ്നം. അത് തന്നെയല്ല, അവിടെ ജനകീയ നേതാവായിട്ടുള്ള പലരെയും മാറ്റിക്കൊണ്ടാണ് ഈ ഷൗക്കത്തിന് സീറ്റ് കൊടുത്തത്. അതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ അതിപ്രസരമാണ് ഉണ്ടായിരിക്കുന്നത്. അത് അപ്പം അവിടെ മുസ്ലിം മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്, മറ്റുള്ള മതസ്ഥരുടെ ഇടയ്ക്ക് വളരെ മോശം അഭിപ്രായം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഷൗക്കത്തിന് ഗുണമാവില്ല എന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഇന്ത്യയുടെ പരിഗണിക്കുമെന്ന് പറയാം. ഞാൻ BJP ജയിക്കണമെന്ന് പറയുന്ന ആളാണ്. അപ്പം ഞാൻ കയറി ഇന്ത്യയുടെ പരിഗണിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ മലയോര മേഖലയോടും കർഷകരോടും ഒരു ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനാർത്ഥി വരിക എന്നുള്ളതാണ് അതിൻ്റെ മര്യാദ. ആ മര്യാദ കാണിക്കേണ്ടതായിരുന്നു. അല്ല, BJP മത്സരിക്കും എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. BJP അതെന്താ വെച്ചാൽ ഒരു തവണ ഒരു 5000 വോട്ട് കിട്ടിയവർക്ക്, അത് കഴിഞ്ഞ് ഇപ്പം 10,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഒരു ചർച്ച പാർട്ടിക്കകത്തുള്ളത് ഉണ്ടായതാ, ഈ 6 മാസത്തേക്ക് വേണ്ടി ഒരു ഇലക്ഷൻ വേണം. എന്തിനീ ഇലക്ഷൻ? കാരണം കേരള സർക്കാർ ഈ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കേണ്ടത് പാടില്ല ഇലക്ഷൻ. കാരണം ഈ ഇലക്ഷൻ കൊണ്ട് ഒരു ഗുണമില്ല. ഒരു MLA ഉണ്ടായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന 3-ാം പക്കം വീണ്ടും ഇലക്ഷൻ. അത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇലക്ഷൻ പ്രക്രിയ ചെയ്യുമ്പോൾ അതുപോലെ വേക്കൻ്റ് ആയ ഒരു സ്ഥലം എന്ന നിലയിൽ നിലമ്പൂരും ഇലക്ഷൻ നടത്തിയേ പറ്റൂ. പക്ഷേ നമുക്ക് കേരള സർക്കാരിന് വേണമെങ്കിൽ സാഹചര്യം വെച്ച് ഇലക്ഷൻ മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുക്കാമായിരുന്നു. അത് കൊടുക്കാനുള്ള ധാർമ്മികത പിണറായി വിജയൻ ഉണ്ടായില്ല. പിന്നെ നമ്മൾ എന്നാ ചെയ്യാൻ? BDJസിന്റെ സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയുണ്ടോ? ഞാനത് പറയുന്നത് എങ്ങനെ എനിക്കറിയില്ല. അത് പാർട്ടി ചർച്ചയിൽ തിരുവനന്തപുരത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകുമെന്നൊരു കൺഫ്യൂഷൻ വരില്ലേ? സ്വാഭാവികമായിട്ട് BJP സ്ഥാനാർത്ഥിയെ നിർത്തി വല്ല പിന്തുണ ആർക്കെങ്കിലും കൊടുക്കും, ഒരു സംശയം. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ മത്സരിക്കാനല്ല, പിന്നെ ഇതിന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാൻ വേണ്ടിയ രാഷ്ട്രീയ പാർട്ടി. അവരെല്ലാം വീട്ടിൽ കയറി മത്സരിക്കാതിരുന്നിട്ട് എന്താ കാര്യം? മത്സരിക്കണം. ഈ കരുവന്നൂർ ബാങ്കിന്റെ കാര്യം പറഞ്ഞല്ലോ, വാസവൻ എവിടുന്ന് പൈസ സംഘടിപ്പിക്കാൻ പറഞ്ഞാണ് വിളിച്ചത്? മെയിനായിട്ട് ഈസ്റ്റ് ബാങ്കിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ, അതായത് പൂഞ്ഞാർ ഈസ്റ്റ് ബാങ്കിൽ 100 കോടി രൂപ കടം വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ കൊടുക്കുമോ? അതിന് 15 മെമ്പർമാരും എൻ്റെ പാർട്ടിയാണ്. കരുവന്നൂർ നിക്ഷേപിക്കാനോ? ആ, എങ്ങനെ ഇരിക്കും? മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ്. ആ എന്നുള്ള ഉറപ്പല്ലേ? അല്ല, അത് ചർച്ച വേണ്ടല്ലോ. വ്യാസം എന്നെ നേരിട്ട് ഫോണിൽ വിളിക്കല്ലേ. പിന്നെ വിളിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ വാസം തമാശ കളിക്കാമെന്ന് പറയും. പിന്നെ ഫോൺ വെച്ച് എന്നോട് മിണ്ടിയിട്ടേ ഇല്ല. സംശയം എന്താ? രസന്നെ അത് കഴിഞ്ഞ് ഒരു പെട്രോൾ പമ്പ് ഉദ്ഘാടനമുണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ രണ്ടുപേരും കൂടെ. അന്നും വലിയ വിഷമിച്ച വാസനോട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ വാസൻ കേട്ടോ, ഞാൻ വ്യക്തിയോട് പറയാം, അയാൾ ഒരു കറിക്കച്ചവടക്കാരനായിരുന്നു കള്ള് ഷാപ്പിൽ. പക്ഷേ ആ കറിക്കച്ചവടക്കാരനായ വാസൻ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് തുല്യമായ ഒരു മന്ത്രിയായി മാറി. എനിക്ക് അഭിമാനമുണ്ട്. വാസവൻ്റെ വളർച്ചയിൽ അഭിമാനം കൊള്ളുന്നതായിരുന്നു. വാസവനെ അഭിനന്ദിക്കുന്നു. ഇത്രയും നല്ല നിലയിൽ വളർന്നു വന്നതിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ആ ബന്ധം സത്യം പറയാം, അഭിമാനം തോന്നുന്നുണ്ട്. ഇത്രയും താഴെ കിടന്ന് വളർന്നു വന്ന വാസവൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രഗത്ഭനായ മന്ത്രിയായിട്ട് മാറിയതിൽ അഭിമാനകരമാണ്. ഞാൻ അദ്ദേഹത്തെ പിന്തുണ പ്രഖ്യാപിക്കാറ്. അങ്ങനെ BJP ബന്ധം CPM പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്ത് അബദ്ധമാണ്. ഒരു കാരണവശാൽ അതൊക്കെ പഴയ ചരിത്രമാണ്. ആള് മാറിപ്പോയി. പുതിയ ആള് രാജീവ് ചന്ദ്രശേഖർ ഇപ്പം പ്രസിഡന്റ്. മനസ്സിലായില്ലേ? ഞാൻ ദേശീയ സമിതിയിലെ അംഗമാണ്. പഴയ ചരിത്രമായി പറയുന്നത്. അത് ശരിയാ. ഇനി അതൊന്നും നടക്കില്ല. ഇങ്ങനെ ഭാര്യ ബന്ധമൊക്കെ അങ്ങനെ ബന്ധമൊക്കെ പ്രഖ്യാപിച്ച് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ഇനി നടക്കില്ല. ഒരു സംശയം വേണ്ട. BJPക്ക് വോട്ട് ചെയ്യാൻ, BJP പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.